യെസ്. നമ്മൾ ഹാബിറ്റ് ഇൻസ്ട്രക്ഷൻ പ്രോട്ടോകോളിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ കുറച്ച് വീക്കുകളായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ വരുന്ന ഞായറാഴ്ച മുതൽ നമ്മൾ നമ്മുടെ ഹാബിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ കുറെ കുറെ മാസങ്ങൾക്ക് മുമ്പ് ചെയ്തതായിരുന്നു. ഇനി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എല്ലാ 6 മന്ത് കൂടുമ്പോൾ, അതല്ലെങ്കിൽ എല്ലാ വർഷത്തിൽ ഒരു 2 3 പ്രാവശ്യം നമ്മൾ ഈ ഹാബിറ്റ് ഇൻസ്ട്രക്ഷൻ പ്രോട്ടോകോൾ റീറൺ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും നമ്മളുടെ ഹാബിറ്റ് ഇൻസ്ട്രക്ഷൻ പ്രോട്ടോകോൾ പോയിട്ട് ലൈഫ് ഒന്ന് ട്രാക്കായി, പക്ഷെ സംഹവ് അവർ ഔട്ട് ഓഫ് ട്രാക്ക് ആവുന്നുണ്ട് പലപ്പോഴും. അപ്പൊ അവരെ തിരിച്ച് ട്രാക്കിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു 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 സിമ്പിൾ ഹാക്കാണ് ഈ ഹാബിറ്റ് ഇൻസ്ട്രക്ഷൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. സോ അതിന്റെ മുമ്പ് ഹാബിറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇൻ ഡെപ്ത് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ റെക്കോർഡിങ്സ് ഞാൻ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിരുന്നു. സോ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ഹാബിറ്റ് സ്കെയിലിംഗ് ഫോർമുല വർക്ക് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ സിമ്പിൾ ആയിട്ട് ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യാണ്. അതായത് ഒരു ഹാബിറ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മേക്ക് ദ ഹാബിറ്റ് കോമിക്കലി സ്മോൾ. അതായത് ആ ഹാബിറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഫാമിലി മെമ്പേഴ്സിനോടോ പറയാൻ പറ്റാത്തോടത്തോളം അത്രക്ക് അത് കോമഡി ആയിരിക്കണം. എങ്ങനെയാണ്? ഒരു പേജ് വായിക്കുക എന്നുള്ളതല്ല, ഒരു സെന്റൻസ് വായിക്കുക അല്ലെങ്കിൽ ഒരു വേർഡ് വായിക്കുക. അതായിരിക്കണം നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ഞാൻ 100 പുഷപ്പ് ചെയ്യുമെന്ന് പറയരുത്. ജസ്റ്റ് ഞാൻ ചിലപ്പോൾ ചുമരിൽ പോയിട്ട് ഒരു ഹാഫ് പുഷപ്പ് ചെയ്യും എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഞാൻ അരമണിക്കൂർ എല്ലാ ദിവസവും ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുന്നു പറയരുത്. ഞാൻ എൻ്റെ ജിമ്മിന്റെ പാന്റ് ഇടും അല്ലെങ്കിൽ ഷൂസ് ഇടും എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ. സോ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാബിറ്റ് കോമിക്കലി സ്മോൾ ആയിരിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഫാമിലി മെമ്പേഴ്സിനോടോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിരിക്കുന്ന രീതിയിലുള്ള ഒരു ഹാബിറ്റ് ആയിരിക്കണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ ഗോൾ വലിയ ഹാബിറ്റ് ആയിരിക്കും ഒരു അച്ചീവ് ചെയ്യേണ്ടത്, പക്ഷെ നമ്മൾ അതിന്റെ സ്മോളസ്റ്റ് പീസ് ആയിരിക്കും എടുക്കുക. രണ്ടാമത്തത്, അത് റിലയബിൾ ആയിട്ടുള്ള ഒരു ട്രിഗറുമായിട്ട് അറ്റാച്ച് ചെയ്യണം. നിങ്ങൾ രാവിലെ പല്ല് തേക്കുന്നത് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു, ഞാൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകില്ല, ഞാൻ ആഴ്ചയിൽ 1 2 ദിവസമേ ജിമ്മിൽ പോവുള്ളൂ. അതുകൊണ്ട് തന്നെ ജിമ്മിൽ പോവുക എന്നുള്ളത് ഒരു റിലയബിൾ ട്രിഗർ അല്ല. കാരണം എന്താണ്? ആഴ്ചയിൽ 1 2 ദിവസം പോവുള്ളൂ. അങ്ങനത്തെ ട്രിഗറുകൾ നിങ്ങൾ ചൂസ് ചെയ്യാൻ പാടില്ല. എല്ലാ ദിവസവും ചെയ്യുന്ന ട്രിഗർ. ഫോർ എക്സാമ്പിൾ, പല്ല് തേക്കുക എല്ലാ ദിവസവും ചെയ്യും. നിങ്ങൾ ഉറങ്ങുക, അത് എല്ലാ ദിവസവും ചെയ്യും. ഓക്കെ. രാവിലെ എണീക്കുക എല്ലാ ദിവസവും ചെയ്യും. നിങ്ങൾ കോഫി കുടിക്കുക അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഇത് എല്ലാ ദിവസവും ചെയ്യും. സോ ഇങ്ങനെയുള്ള ഒരു റിലയബിൾ ട്രിഗറിന്റെ കൂടെ ആയിരിക്കണം ആ ഹാബിറ്റിനെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. മൂന്നാമത്തത്, കൺസിസ്റ്റൻസിയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ഇന്റൻസിറ്റിയിൽ ഫോക്കസ് ചെയ്യരുത്. 100 പുഷപ്പ് 20 പുഷപ്പ് അങ്ങനെയല്ല. ജസ്റ്റ് ഒരു ഹാഫ് പുഷപ്പ് അടിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇനഫ്. അത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യണം. എത്ര ദിവസം ചെയ്യുന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഫോക്കസ് ഓൺ കൺസിസ്റ്റൻസി, നോട്ട് ഇന്റൻസിറ്റി. ഇതാണ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് 1% റൂളാണ്. ഓരോ ദിവസവും പറ്റുമെങ്കിൽ 1% ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ അത് ഓവർലാപ്പ് ചെയ്ത് ഓക്കെ മൾട്ടിപ്ലൈ ചെയ്ത് അത് 3000 മേലെ വരും. നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓൾമോസ്റ്റ് 100% ആണ് അതിന്റെ ഇംപ്രൂവ്മെന്റ് റേഷ്യോ എന്ന്. ഒരു 60 70 ഡേയ്സ് ആകുമ്പോഴത്തേനും നിങ്ങൾ 100% ആയിരിക്കും നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് റേഷ്യോ എന്നുള്ളതാണ്. അപ്പോൾ വളരെ ചെറുതായിട്ടുള്ള ഹാബിറ്റ് ചൂസ് ചെയ്യാം, അതിനെ ഡെയിലി ട്രിഗറുമായിട്ട് കണക്ട് ചെയ്യാം, അതിനെ കൺസിസ്റ്റൻസിയിൽ ഫോക്കസ് ചെയ്യുക. അറ്റ് എനി കോസ്റ്റ് അത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി ചാറ്റ് GPT തന്നു നിങ്ങൾക്ക്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ചലഞ്ചിൽ ഞാനാണ് നിങ്ങൾക്ക് ഹാബിറ്റ് തരിക. നിങ്ങൾ ആ ഹാബിറ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങളത് എൻ്റെ കൂടെ പഠിച്ച് അത് നിങ്ങളുടെ ബോഡിയിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മറ്റു പുതിയ ഹാബിറ്റുകൾക്ക് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത 4 പ്രധാനമായിട്ടുള്ള സ്റ്റെപ്പുകൾ ടു ക്രിയേറ്റ് എ ഹാബിറ്റ്. അതുപോലെ തന്നെ നമ്മൾ ഹാബിറ്റ് ലൂപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്കൊരു ക്യൂ ഉണ്ടാകും. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗർ ആണ്. ഇറ്റ് കുഡ് ബി എ ടൈം ആവാം, ലൊക്കേഷൻ ആവാം, അതല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റേറ്റ് ആവാം. രാവിലെ എണീക്കുന്നു, ഓക്കെ, നിങ്ങൾ 9 മണിക്ക് ഓഫീസിൽ എത്തുന്നത് ഒരു ടൈമാണ്, അതൊരു ട്രിഗർ ആണ്. ഓക്കെ. അതല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സർട്ടൻ രീതിയിൽ ബിഹേവ് ചെയ്യും, അതൊരു ട്രിഗർ ആണ്. അല്ലെങ്കിൽ ചില ആളുകൾ പറയും എനിക്കൊന്നൊരു ഒരു മൂഡില്ല, ഒരു മൂഡ് ഔട്ട് ആണ്, ഒരു ഐസ്ക്രീം കഴിച്ചാലോ, അതൊരു ഇമോഷണൽ സ്റ്റേറ്റ് ആണ്, അതൊരു ട്രിഗർ ആണ്. ഈ ട്രിഗറിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് റൊട്ടീൻ ഉണ്ടാവുക. ഓക്കെ. രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, ഓക്കെ, ഒരു ബിഹേവിയർ ഉണ്ടാവും. ആ ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ട് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു റിവാർഡ് കിട്ടുകയാണെങ്കിൽ, ഒരു പോസിറ്റീവ് റിവാർഡ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ ക്യൂവിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. നമ്മൾ ആ ലൂപ്പിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ നെഗറ്റീവ് ഹാബിറ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ ലൂപ്പിൽ കറങ്ങിക്കൊണ്ടിരിക്കും. പോസിറ്റീവ് ഹാബിറ്റ് ആണെങ്കിൽ നിങ്ങൾ ലൂപ്പിൽ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ പല്ല് തേക്കുന്നതിന്റെ പ്രധാന കാരണം
നമ്മളെ പല്ല് ഫ്രഷ് ആവുന്നതല്ല, നമുക്ക് ആ മിന്റി ഫ്ലേവർ കിട്ടുന്നത് കൊണ്ടാണെന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നൗ നൗ വി ആർ ഗോയിങ് ടു മൂവ് ഇൻ ടു ടുഡേ സെഷൻ. ഓക്കെ, ഇന്ന് സെഷൻ കുറച്ച് വളരെ സിമ്പിൾ ആണ്, ചെറിയൊരു സെഷനാണ്. നമ്മൾ മുമ്പ് പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് 3 രീതിയിൽ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാം. എനിബഡി റിമെമ്പർ ദാറ്റ്? 3 വേസ് ടു ക്രിയേറ്റ് യുവർ ലൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് 3 വഴികളുണ്ട്. ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം. സോ നമ്മൾ 3 വഴിയിലൂടെയാണ് നമുക്ക് നമ്മുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട്, അതായത് നമ്മളുടെ ഒരു കഴിഞ്ഞ കാലത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യും. അതാണ് ഒന്നാമത്തെ വേ. പാസ്റ്റ് എക്സ്പീരിയൻസ് എന്താണ്? പാസ്റ്റിൽ മാറൂഫ് ഞാൻ ഇങ്ങനെ കുറെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, അതൊന്നും നടന്നിട്ടില്ല, അത് നിർത്തേണ്ടി വന്നിട്ടുണ്ട്, അതൊക്കെ സ്റ്റക്ക് ആയിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് വർക്ക് ആവില്ല. ഇതൊക്കെ എന്താണ്? ഇത് നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു പുതിയ ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ യു ക്യാൻ ക്രിയേറ്റ് ഫ്രം പാസ്റ്റ് എക്സ്പീരിയൻസസ്. എനിക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് ഉറങ്ങാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് ഭക്ഷണം, എനിക്ക് തോന്നിയതൊക്കെ കഴിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് എ പാസ്റ്റ്. അത് പാസ്റ്റിലൊരു കാര്യമാണ്. അതിനെ വെച്ചിട്ടാണ് മിക്കവാറും ആളുകൾ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യുക. 95% ഓഫ് പീപ്പിൾ, ആൾമോസ്റ്റ് 90% ഓഫ് പീപ്പിൾ ക്രിയേറ്റ് ദെയർ ലൈഫ് ഫ്രം പാസ്റ്റ് എക്സ്പീരിയൻസ്. പാസ്റ്റിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്യൂച്ചറിലും ഇത് തന്നെയാണ് എനിക്ക് സംഭവിക്കുക. പാസ്റ്റിൽ എന്റെ ബോസ് അങ്ങനെ ബിഹേവ് ചെയ്തു, അതുകൊണ്ട് തന്നെ അയാൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുള്ളൂ. സോ യു ക്രിയേറ്റ് ഫ്രം പാസ്റ്റ് എക്സ്പീരിയൻസ്. രണ്ടാമത്തെ വേ ഓഫ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രോആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ ക്രിയേറ്റ് ചെയ്യുക പ്രഡിക്റ്റബിൾ ഫ്യൂച്ചറിനെ ഉദ്ദേശിച്ചിട്ടാണ്. അതായത് ഓക്കെ, ഇന്നിപ്പോ എനിക്ക് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഓക്കെ, എനിക്കിപ്പോ ഇത്ര സാലറി ഉണ്ട്, ഓക്കെ, ഞാൻ കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, ഞാൻ ഒരു ആഴ്ചയിൽ 2 ദിവസം ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എനിക്കൊന്ന് ബോഡി ഫിറ്റ് ആക്കാൻ പറ്റും. അത് പ്രഡിക്റ്റബിൾ ഫീച്ചറാണ്. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇഫ് ഐ ഡു ദിസ് ഐ ക്യാൻ ഗെറ്റ് ദാറ്റ്. അതെന്താണ്? അത് പ്രഡിക്റ്റബിൾ ഫീച്ചറാണ്. നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ 2 രീതിയിലാണ് സാധാരണ ആളുകൾ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാറുള്ളത്. പക്ഷെ മൂന്നാമത്തെ ഒരു വഴിയുണ്ട്, അതാണ് ക്വാണ്ടം ഫീൽഡിന്റെ ലെവൽ, അല്ലെങ്കിൽ ടാപ്പിംഗ് ഇൻ ടു ദ ക്വാണ്ടം ഫീൽഡ് എന്നൊക്കെ പറയുന്നത്. മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് ക്രിയേഷൻ ഫ്രം അൺനോൺ ആണ്. ക്രിയേഷൻ ഫ്രം നത്തിങ് എന്ന് പറയാം. ഒന്നുമില്ലാത്തതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ ഈ മൂന്നാമത്തെ ലെവലാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇത് മൂന്നാമത്തെ ലെവലിൽ നമ്മൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ പാസ്റ്റിലുള്ള പ്രോഗ്രാംസ് നമ്മൾ പഠിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഹാബിറ്റിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയും, ഇതൊന്നും നടക്കൂല, നീ പണ്ട് ഇങ്ങനെ ചെയ്തിട്ടില്ലേ, നിനക്കൊന്നും അത്ര ഉത്തരവാദിത്തമില്ല, നീ പണ്ട് ഇതേപോലത്തെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് നടന്നിട്ടില്ല. എന്ത് ചെയ്യും? പാസ്റ്റ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ മൈൻഡ് പ്രോഗ്രാം ചെയ്തിട്ട് നിങ്ങളെ വീണ്ടും പാസ്റ്റിലുള്ള സെയിം റിസൾട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ കാരണമാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കാനാണ് ഇങ്ങനെ 3 വേയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ അൺനോണിൽ നിന്ന്, അതായത് പലപ്പോഴും ആളുകൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് നിങ്ങളൊരു അൺനോൺ സ്റ്റേറ്റിലോട്ട് പോകുമെന്നുള്ളതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യും അത് എന്താണെന്നുള്ളത്. ഓക്കെ, സോ 3 രീതിയിലാണ് നമ്മൾ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഒന്ന് പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, രണ്ടാമത്തത് പ്രഡിക്റ്റബിൾ ഫ്യൂച്ചർ ആണ്, മൂന്നാമത്തത് അൺനോൺ ആണ്. അപ്പൊ ഈ ഇമേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പാസ്റ്റ്, ഫെമിലിയർ പാസ്റ്റ്, നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ ബിഹേവിയറുകൾ, നിങ്ങളുടെ തോട്ടുകൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ, നിങ്ങളുടെ ഫീലിങ്സ്, ഇതെല്ലാം പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നോ പാസ്റ്റ് നിങ്ങളുടെ വിസത്തിൽ നിന്നോ ഒക്കെ ഉണ്ടാവുന്നതാണ്. അത് നിങ്ങൾക്ക് അറിയാം, പാസ്റ്റ് എന്താണെന്ന് അറിയാം. അതുപോലെ തന്നെ ഫ്യൂച്ചർ എന്താണെന്ന് അറിഞ്ഞിട്ട് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിലെ ഫോക്കസ് ചെയ്തിട്ടാണ് പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോവുക. അത് രണ്ടും നോൺ ആണ്. അതേസമയം അൺനോൺ എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്നാണ് ശരിക്കും ക്രിയേഷൻ നടക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ 100 കിലോയുടെ അടുത്ത് വെയിറ്റ് ഉണ്ടാകും, ഭയങ്കര കുടവയറും ഭയങ്കര ദേഷ്യവും ആംഗ്രിയും ഫ്രസ്ട്രേഷനൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ പറയാണ്, ഞാനൊരു അത്ലറ്റാണ്, ഞാനൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ബയോ ഹാക്കറായിട്ട് മാറും എന്ന് പറയുമ്പോൾ ആ മാറൂഫിനെ എനിക്ക് പരിചയമില്ല. ആ മാറൂഫ് എനിക്ക് അൺനോൺ ആയിരുന്നു. ഞാനിപ്പോ നിങ്ങളോട് നമ്മളെ സൂപ്പർ ഹ്യൂമൻ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് 100 പുഷപ്പ് നിങ്ങൾ എല്ലാവരെ കൊണ്ട് ഞാൻ അടുപ്പിക്കുന്നു പറയുമ്പോൾ അത് ഇപ്പോ അൺനോൺ ആണ്. ആ 100 പുഷപ്പ് അടിക്കുന്ന ഷംഷീറിന് അറിയില്ല.
പക്ഷെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇല്ല, ഒരു 35 വരെ എനിക്ക് പോകാൻ പറ്റൂല. ഫ്യൂച്ചർ ആണെങ്കിൽ ഓക്കെ, ഞാനൊരു ഡെയിലി അടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 35, 40, ഒരു 50 എണ്ണൊക്കെ 100 എണ്ണം നടക്കൂല. സോ വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് ഫ്രം അൺനോൺ. അതായത് നിങ്ങൾക്ക് ആ പുതിയ നിങ്ങളുടെ പേഴ്സണാലിറ്റിനെ പരിചയം ഉണ്ടാവില്ല ഇനീഷ്യലി. നമ്മൾ ആ പരിചയം ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങളുടെ കറന്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കറന്റ് റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ സർട്ടൈൻ ചിന്തകളുടെയും അതുപോലെ തന്നെ ഈ ചിന്തകൾ, നിങ്ങൾക്ക് ഒരു സർട്ടൈൻ രീതിയിലുള്ള ചിന്തകൾ ഉണ്ടാവും, കുറെ കാലങ്ങളായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവും. ആ ചിന്തകളുടെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ചില ചോയ്സസുകൾ എടുക്കും, നിങ്ങൾക്ക് ചില തീരുമാനങ്ങൾ ഉണ്ടാകും. ഓക്കെ, ഈ ചോയ്സസ് എന്ത് ചെയ്യും? ഈ തോട്ടിന്റെ ബേസിലാണ് ചോയ്സസ് വരിക. ചോയ്സസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വരിക? നമുക്ക് ആക്ഷനും ബിഹേവിയേഴ്സും വരും. നമ്മൾ ചില ആക്ഷനുകൾ എടുക്കും ബേസ്ഡ് ഓൺ ദീസ് ചോയ്സസ്. സ്റ്റാർട്ടിങ് എവിടുന്നാണ്? ചിന്തയിൽ നിന്നാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് എന്നുള്ള പോസ്റ്റർ അതല്ലെങ്കിൽ സൂം ലിങ്കിന്റെ മെസ്സേജ് നമ്മളെ ഗ്രൂപ്പിൽ എത്തി, അല്ലെങ്കിൽ നിങ്ങളത് കണ്ടു. അത് കണ്ടപ്പോൾ 2 ദിവസം കണ്ടപ്പോൾ ഓക്കെ ഇത് കുഴപ്പമില്ല, അതൊന്ന് അറ്റൻഡ് ചെയ്താലോ എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ആ ചിന്തനെ ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു ചോയ്സ് എടുത്തു. ഓക്കെ, വെള്ളിയാഴ്ച ഏരൊക്കെ എനിക്കൊന്ന് ഫ്രീ ആവണം, ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ആക്ഷൻ എടുത്തു. എന്താണ്? നിങ്ങൾ സൂം ഓപ്പൺ ചെയ്തു, സൂമിൽ ലോഗിൻ ചെയ്തു, നിങ്ങൾ നോട്ട്സ് ഒക്കെ എടുത്ത് റെഡിയായിരുന്നു. ദിസ് ഈസ് ദ ബിഹേവിയർ. ഓക്കെ, നൗ ഇതിന്റെ ബേസിൽ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടും. യു വിൽ ഗെറ്റ് സം എക്സ്പീരിയൻസ് ഫ്രം ദിസ് പ്രോഗ്രാം. ഓക്കെ, ആ എക്സ്പീരിയൻസ് നിങ്ങൾക്കൊരു ഫീലിംഗ് കൊണ്ടുവരും, എയ്തർ പോസിറ്റീവ് ഫീലിംഗ് ഓർ നെഗറ്റീവ് ഫീലിംഗ്. സോ നിങ്ങളുടെ കറന്റ് റിയാലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ സ്റ്റെപ്പിലൂടെയാണ്. ഒരു സർട്ടൈൻ രീതിയിലുള്ള ചിന്തകൾ കുറച്ച് കാലങ്ങളായിട്ട്, മിനിമം നോക്കുകയാണെങ്കിൽ ഒരു 6 മന്തിന്റെ നിങ്ങളുടെ ചിന്തകളുടെ റിസൾട്ടാണ് ഇപ്പൊ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ റിയാലിറ്റിയിലുള്ളത്. സോ നിങ്ങളുടെ സർട്ടൻ രീതിയിലുള്ള ചിന്തകൾ നിങ്ങളുടെ സർട്ടൻ രീതിയിലുള്ള ചോയ്സസിലോട്ട് മൂവ് ചെയ്യും. നിങ്ങളുടെ സർട്ടൻ രീതിയിലുള്ള ചോയ്സസ് നിങ്ങളെ ചില ആക്ഷൻ എടുക്കാനും അതിന് ഭാഗമായി ചില ബിഹേവിയറിലോട്ട് മൂവ് ചെയ്യും. അത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ആ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടും. ആ എക്സ്പീരിയൻസ് നിങ്ങൾക്കൊരു ഫീലിംഗ് തരും, ഏതർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇതിനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ലൂപ്പിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഈ തോട്ടിന്റെ അവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചിന്ത? ഓക്കെ, എന്താണ് ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് തോട്ട്സ്? നിങ്ങളുടെ ചിന്തകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിനിന്റെ ലാംഗ്വേജ് ആണ്. നിങ്ങളുടെ ചിന്തകൾ എന്ന് പറയുന്നത് ഈസ് ദ ലാംഗ്വേജ് ഓഫ് യുവർ ബ്രെയിൻ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡിയുടെ ലാംഗ്വേജ് ആണ്. നിങ്ങളുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡിയുടെ ലാംഗ്വേജ് ആണ്. സോ ചിന്ത എന്ന് പറയുന്നത് ബ്രെയിനിന്റെ ലാംഗ്വേജും ഫീലിങ്സ് എന്ന് പറയുന്നത് ബോഡിയുടെ ലാംഗ്വേജും ആണ്. നൗ ഈ 2 ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഏതൊരു ഒരു പാറ്റേണിൽ കുടുങ്ങി പോവുക. ആ പാറ്റേൺ ഒരു പക്ഷേ പോസിറ്റീവ് ആവാം, ആ പാറ്റേൺ ഒരു പക്ഷേ നെഗറ്റീവ് ആവാം. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഓൺലി ദീസ് 2 പ്രോഗ്രാംസ്. സോ നമ്മുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്തർ തോട്ടാണ്, അതല്ലെങ്കിൽ ഫീലിങ്സ് ആണ്, അതല്ലെങ്കിൽ ഇമോഷൻസ് ആണ്. ഓക്കെ, നൗ നിങ്ങൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത്, ഹൗ യു തിങ്ക്, ഹൗ യു ഫീൽ വിൽ ക്രിയേറ്റ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. നിങ്ങളുടെ ഉള്ളിലുള്ള സ്റ്റേറ്റ് ഓഫ് ബീയിങ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സെഷനിൽ പുഷപ്പ് അടിക്കുന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് നെഗറ്റീവ് ആക്കി, നമ്മളെ കൊണ്ട് പുഷപ്പ് അടിക്കാൻ പറ്റില്ല എന്നിട്ട് നമ്മൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെ മാറ്റാൻ എന്താ ചെയ്തത്? നമ്മൾ ചിന്ത മാറ്റി, നമ്മൾ ഫീലിംഗ് മാറ്റി, അതോടൊപ്പം ചെറിയൊരു മൂവ്മെന്റും കൊടുന്നു. എന്നെ കൊണ്ട് പറ്റൂല, പുഷപ്പ് അടിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ 20 പുഷപ്പ് കളിക്കുന്ന ആൾക്കാർ നേരെ 5 പുഷപ്പ് അടിക്കാൻ തുടങ്ങി. അതിനുശേഷം നമ്മൾ നിങ്ങളുടെ ചിന്ത മാറ്റി, നിങ്ങളുടെ ഫീലിങ്സ് മാറ്റി, നിങ്ങളുടെ ഫിസിയോളജിയിൽ ചെറിയ മാറ്റം വന്നു. അത് മാറിയപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് മാറി. നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് മാറിയപ്പോൾ നേരത്തെ 10 എണ്ണം അടിച്ചവര് പിന്നെ 30 എണ്ണം അടിച്ചു. ആക്ച്വലി രണ്ടാമത്തെ സെറ്റ് പുഷപ്പില് നമ്മുടെ കൗണ്ട് കുറയാണ് വേണ്ടത്, പക്ഷെ ആക്ച്വലി കൗണ്ട് കൂടുകയാണ് ചെയ്തത്. ഇറ്റ്സ് ബിക്കോസ് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ചേഞ്ച് ചെയ്തു. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു തോട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു ചിന്തയുണ്ട്. ഇതെന്ത് ചെയ്യും? നിങ്ങളുടെ ബോഡിയിൽ ഒരു സർട്ടൻ കെമിക്കൽസ് ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു ചിന്ത ഉണ്ട്, ഇത് നിങ്ങളുടെ ബോഡിയിൽ ഒരു സർട്ടൻ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഹാപ്പിനെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും, കെമിക്കൽസ്. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ബോഡിയിൽ എങ്ങനെയാണോ ആ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്തത്, ആ തോട്ടിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണോ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്തത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനും പറ്റും.
അതായത് ആ ചിന്ത ഫീലിംഗ് എന്നുള്ള ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ഈ തിങ്കിങ് ആൻഡ് ഫീലിംഗ് ലൂപ്പ് നമ്മളുടെ മൈൻഡിനെ കണ്ടീഷൻ ചെയ്യും. അതായത് ഈ തിങ്കിങ് ആൻഡ് ഫീലിംഗ് ലൂപ്പ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ബോഡി ബിക്കം മൈൻഡ് ആവും. അതായത് ആക്ച്വലി നമ്മളെ മൈൻഡും ബോഡി രണ്ടും രണ്ട് പീസാണ്. പക്ഷേ വെൻ യു റൺ ഒരു തോട്ടും ഒരു ഫീലിംഗും നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബോഡി ബിക്കം മൈൻഡ് ആവും. പിന്നെ മൈൻഡിന്റെ ആവശ്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ. അത് നെഗറ്റീവ് ആവാം, അത് പോസിറ്റീവ് ആവാം. നമ്മൾ വണ്ടി ഓടിക്കുന്നതിന്റെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിരുന്നു. സോ ഇത് പോസിറ്റീവുമാണ്, ചില സമയത്ത് ഇത് നെഗറ്റീവായിട്ടും എഫക്ട് ചെയ്യും. ഓക്കെ, സോ ഈ കണ്ടീഷനിങ് നടക്കും. അതായത് നിങ്ങളെ ബോഡി ബിക്കം മൈൻഡ് ആയിട്ട് മാറുന്ന സ്റ്റേജ് ആണ്. ഇതാണ് നമ്മൾ റോഡുകൾ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞില്ല, ഹൈവേ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞില്ലേ ലാസ്റ്റ് സെഷനിൽ. നമ്മളൊരു ഒരു റീഡറുള്ള ഒരു ന്യൂറോ പാത്ത് വേയും അതുപോലെ തന്നെ നോൺ റീഡർ ഒരു ന്യൂറോ പാത്ത് വേയും. റോഡ് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ കാണുന്ന ഈ കണക്ഷൻസ് ഇല്ലേ, ഇവിടെ ദിശ കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ സ്ക്വയർ ഉണ്ട്. ഈ സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആ റോഡ് കണക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇത് നിങ്ങൾ റീഡർ ആണ് എന്നുള്ള ന്യൂറൽ കണക്ഷൻ ആണെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും റീഡ് ചെയ്യുമ്പോൾ ഇവരോട്ട് കൂടുതൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ മുമ്പ് ഷൈസാദറിന്റെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. സോ കൂടുതൽ എന്ത് ചെയ്യും, ന്യൂറൽ പാത്ത് വേ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഹാർഡ്വെയർ ക്രിയേറ്റ് ചെയ്യും. ദെൻ ഇറ്റ് ബിക്കം ഓട്ടോമാറ്റിക്. ഫിസിക്കൽ ചേഞ്ച് നിങ്ങളുടെ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, നൗ ഇനി നിങ്ങൾക്ക് ഒരു ദേഷ്യത്തിന്റെ ചിന്തയാണുള്ളത്, ആംഗ്രി ആണുള്ളത്, ഫ്രസ്ട്രേഷൻ ആണുള്ളത്. അങ്ങനെയെങ്കിലും എന്ത് സംഭവിക്കും, സർട്ടൻ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ദേഷ്യത്തിനുമായി ഈക്വൽ ആയിട്ടുള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും, ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ദേഷ്യം ഫീൽ ചെയ്യാൻ പറ്റും. ഈവൻ ഈ ദേഷ്യവും എന്ത് ചെയ്യും, ഈ തിങ്കിങ് ഫീലിംഗ് ലൂപ്പിലൂടെ പോയിട്ട് ഇതെന്ത് ചെയ്യും, ഇത് മൈൻഡിനെ കണ്ടീഷൻ ചെയ്യും. എങ്ങനെ കണ്ടീഷൻ ചെയ്യുക, നിങ്ങളുടെ ബോഡി ബിക്കം മൈൻഡ് ആയിട്ട് മാറും. മൈൻഡ് വേറെയാണ്, നമ്മൾ ഇൻഷാല്ലാ ഹാക്ക് യുവർ മൈൻഡിൽ ഡീപ്ലായിട്ട് ഡിസ്കസ് ചെയ്യും. ബട്ട് ഇൻ ദിസ് ഹാബിറ്റ് ഇൻസ്ട്രക്ഷൻ പ്രോട്ടോകോളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബോഡി മൈൻഡിനെ പോലെ ആക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മാറും. അതിനെ നമ്മൾ ഹാബിറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ചിന്തകൾ ഫീലിങ്സിനെയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഫീലിങ്സിന് ചിന്തയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ വൺസ് ബോഡി ബിക്കം മൈൻഡ്, ഇറ്റ് ഈസ് കാൾഡ് ഹാബിറ്റ്. നിങ്ങൾ പല്ല് തേക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നില്ല, ഇറ്റ്സ് ബിക്കോസ് ആ പ്രോസസ്സ് ബോഡി ബിക്കം മൈൻഡ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് 95% ഓഫ് ഹൂ വി ആർ, നമ്മൾ 95% ഞാനും നിങ്ങളും ഒക്കെ ഒരു 30-35 വയസ്സാവുമ്പോഴേക്കും നമ്മളുടെ കംപ്ലീറ്റ് ബിഹേവിയേഴ്സ്, നമ്മളുടെ ഇമോഷണൽ റിയാക്ഷൻസ്, നമ്മുടെ ബിലീഫ്സ്, നമ്മുടെ പെർസെപ്ഷൻസ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ഒരു സെറ്റ് ഓഫ് മെമ്മറൈസ്ഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ പോലെ ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഇതൊക്കെ നമ്മൾ മെമ്മറൈസ് ചെയ്തിട്ടുണ്ടാവും. നമ്മളെ ബോഡി ബിക്കം മൈൻഡ് ആയിട്ടുണ്ടാവും. മൈൻഡിനെ നമ്മൾ ഉപയോഗിക്കാത്തൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. ആക്ച്വലി വി നീഡ് ടു കോൺഷ്യസ്ലി യൂസ് അവർ മൈൻഡ്. നമ്മളത് പഠിക്കും. ബട്ട് ഇത് ഓട്ടോമാറ്റിക്കലാകുമ്പോൾ ഒരു 30-35 വയസ്സാവുമ്പോൾ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നിങ്ങളുടെ 95% ഓഫ് ചിന്തകളും ബിഹേവിയേഴ്സും ഇമോഷനും ബിലീഫുകളും പെർസെപ്ഷനും ആറ്റിറ്റ്യൂഡും എല്ലാം കമ്മിങ് ഫ്രം ദ സബ് കോൺഷ്യസ് പ്രോഗ്രാം. അതല്ലെങ്കിൽ ഓട്ടോമേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറൈസ് ചെയ്തിട്ടുള്ള പാസ്റ്റിലുള്ള പ്രോഗ്രാമിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് സെയിം പ്രോഗ്രാം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം റിസൾട്ട് ആണ് കിട്ടുക. പാസ്റ്റിൽ നിങ്ങൾ ആംഗ്രിയും ഫ്രസ്ട്രേറ്റഡും ആണെങ്കിൽ അതേ പ്രോഗ്രാം നിങ്ങൾ പ്രസന്റിൽ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് സെയിം ആണ് കിട്ടുക. പാസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളെ ബോസിനോട് സാലറി കൂട്ടി ചോദിക്കാൻ ഫിയർ ആണെങ്കിൽ നിങ്ങൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി കൂട്ടി കിട്ടില്ല. പാസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറോട് ലൈഫ് പാർട്ട്ണറോട് എന്തെങ്കിലും ഹാർട്ട് ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചലഞ്ച് വീണ്ടും ഫ്യൂച്ചറിൽ ഉണ്ടാവും. സോ 95% ഓഫ് ഹൂ വി ആർ ഈസ് കമ്മിങ് ഫ്രം എ സബ് കോൺഷ്യസ് പ്രോഗ്രാം. ഇതിലുള്ള മെജോറിറ്റി ആളുകൾ 35 വയസ്സിന്റെ മേലുള്ള ആൾക്കാരാണ് വിചാരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ 95% ഓഫ് ജീവിതം ഈസ് കമ്മിങ് ഫ്രം ദിസ് ഓട്ടോമാറ്റിക് പ്രോഗ്രാം. അതായത് നിങ്ങൾ ചിന്തിക്കുന്നില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ പ്രോഗ്രാം. നൗ വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് എൻ അവയർനെസ് ഓൺ ദാറ്റ്. ഹാബിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതോടെ തന്നെ ഞാൻ ചെറിയൊരു എക്സ്ട്രാ ആക്ടിവിറ്റി കൂടി നിങ്ങൾക്ക് തരും ഈ വീക്ക് മുതൽ. ഓക്കെ, വി വിൽ ഡിസ്കസ് ദാറ്റ്. സോ നൗ ദ ക്വസ്റ്റ്യൻ ഈസ്, ഹൗ ക്യാൻ യു ക്രിയേറ്റ്
എ ന്യൂ റിയാലിറ്റി, അതല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ കറന്റ് റിയാലിറ്റി എങ്ങനെ ചേഞ്ച് ചെയ്യാം. നമുക്ക് മനസ്സിലായി നമ്മുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ചിന്തകളുടെയും നമ്മുടെ ഫീലിങ്സിന്റെയും നമ്മുടെ ആക്ഷന്റെയും ഒക്കെ ഭാഗമാണെന്ന് മനസ്സിലായി. സോ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കറന്റ് റിയാലിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റുക? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലൈഫ് ഈസ് നോട്ട് അബൌട്ട് ഫൈൻഡിങ് യുവർ സെൽഫ്, ലൈഫ് ഈസ് ഓൾ അബൌട്ട് ക്രിയേറ്റിംഗ് യുവർ സെൽഫ്. യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ലൈഫ്. അതാണ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തത്. നിങ്ങളുടെ ജീവിതത്തിന്റെ 100% റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കണം. അതാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷന്റെ. സോ ലൈഫിനെ നിങ്ങൾ ഫൈൻഡ് ചെയ്യല്ല, ലൈഫ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക. ആ ക്രിയേഷന്റെ ഏറ്റവും ഈസിയും ബ്യൂട്ടിഫുള്ളും ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് ക്രിയേഷൻ ഫ്രം നത്തിങ്ങിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യലാണ്. ഓക്കെ, നൗ എങ്ങനെ കറന്റ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം ആയിട്ട് കുറെ 95% നിങ്ങളുടെ തോട്ടുകൾ 60 to 70,000 തോട്ടുകൾ ഒരു ദിവസം വരും എന്ന് പറയുന്നുണ്ട്. ഇതിൽ 95% സെയിം ആയിരിക്കും എന്ന് പറയണം. ഇന്നലെ ഒന്ന് തന്നെ ആയിരിക്കുന്നത്. സോ സെയിം തോട്ട്സ് എന്ത് ചെയ്യും? സെയിം ചോയ്സസ് ക്രിയേറ്റ് ചെയ്യും. സെയിം ചോയ്സസ് നിങ്ങൾക്ക് സെയിം ആക്ഷനും ബിഹേവിയറിനും കാരണമാകും. അത് സെയിം എക്സ്പീരിയൻസ് തരും, അത് സെയിം ഫീലിങ്സ് തരും. നിങ്ങൾക്ക് ഫ്രസ്ട്രേഷനോ ആംഗ്രിയോ ഫിയറിന്റെ ഒരു തോട്ടാണ് ഉള്ളതെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോയ്സസ് നിങ്ങൾക്ക് ഉണ്ടാവുക, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷൻസ് ആണ് നിങ്ങൾ എടുക്കുക, അത് നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് തരിക. നിങ്ങൾക്ക് വീണ്ടും ഫ്രസ്ട്രേഷനോ ആംഗ്രിയോ ഫിയറോ ഫീൽ ചെയ്യാൻ പറ്റും. So if you want to create, if you want to change your this current pattern, the simple option is create a new thought. പുതിയ ചിന്തകൾ ക്രിയേറ്റ് ചെയ്യുക. പുതിയ ചിന്തകൾ എന്ത് ചെയ്യും? പുതിയ ചോയ്സിലോട്ട് നിങ്ങളെ ലീഡ് ചെയ്യും. പുതിയ ചോയ്സുകൾ നിങ്ങൾക്ക് പുതിയ ആക്ഷൻസും ബിഹേവിയേഴ്സും കൊണ്ടുവരാൻ സഹായിക്കും. അത് നിങ്ങൾക്ക് പുതിയ എക്സ്പീരിയൻസ് കിട്ടും, അത് നിങ്ങൾക്ക് പുതിയ ഫീലിങ്സ് തരും. സോ വളരെ സിമ്പിൾ ആണ് നിങ്ങളുടെ കറന്റ് റിയാലിറ്റീനെ ബ്രേക്ക് ചെയ്യാൻ, ബെറ്റർ റിയാലിറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് എന്ത് റിയാലിറ്റിയാണോ വേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകളെ ക്രിയേറ്റ് ചെയ്യുക. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോയ്സസുകൾ ഉണ്ടാകും, ബിഹേവിയേഴ്സും ആക്ഷൻസും ഉണ്ടാകും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടും, അത് നിങ്ങൾക്കൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും. ഇത് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇതൊരു വൺ ടൈം ടാസ്ക് അല്ല. എവറി ടൈം യു നീഡ് ടു അപ്ഗ്രേഡ് ഇറ്റ്, എവറി ഇയർ യു നീഡ് ടു അപ്ഗ്രേഡ് ഇറ്റ്. ന്യൂ ലെവൽ ന്യൂ ഡബിൾ. ഓരോ ലെവലിൽ തീരുമ്പോഴും പുതിയ ഡബിൾസ് വരും. സോ വി നീഡ് ടു കോങ്കർ ദം. അപ്ഗ്രഡേഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ഇഫ് യു വാണ്ട് ടു ക്രിയേറ്റ് എ ന്യൂ പേഴ്സണൽ റിയാലിറ്റി, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പുതിയ പേഴ്സണൽ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ യു നീഡ് ടു ബിക്കം എ ന്യൂ പേഴ്സണാലിറ്റി. നമ്മൾ ഐഡന്റിറ്റി ഷിഫ്റ്റിനെ കുറിച്ച് പഠിച്ചിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് പുതിയൊരു പേഴ്സണൽ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എൻവിറോൺമെന്റ് അല്ല മാറേണ്ടത്, നിങ്ങളുടെ ചുറ്റുപാടോ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ ബോസോ നിങ്ങളുടെ കമ്പനിയിലുള്ള ആൾക്കാരോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ ഒന്നുമല്ല മാറേണ്ടത്. യു നീഡ് ടു ബിക്കം എ ബ്രാൻഡ് ന്യൂ പേഴ്സണാലിറ്റി. നിങ്ങളൊരു പുതിയ പേഴ്സണാലിറ്റി ആയാൽ മാത്രമേ നിങ്ങളുടെ പേഴ്സണൽ റിയാലിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് യുവർ പേഴ്സണാലിറ്റി ക്രിയേറ്റ്സ് യുവർ പേഴ്സണൽ റിയാലിറ്റി. നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടെ പേഴ്സണൽ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഖുർആനിൽ പറയുന്നത് Allah will not change the condition of people unless they change themselves. നിങ്ങളുടെ പേഴ്സണാലിറ്റി മാറ്റാത്തോടത്തോളം കാലം പടച്ചോൻ വരെ നിങ്ങളെ സഹായിക്കില്ല. നൗ കറന്റ് റിയാലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ ചോയ്സസും നിങ്ങളുടെ ആക്ഷൻസും നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ ഫീലിങ്സും ഒക്കെയാണ്. ഇതാണ് നിങ്ങളുടെ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ്, പാസ്റ്റ് റിയാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ പേഴ്സണൽ റിയാലിറ്റി ഉണ്ട് പാസ്റ്റിലുള്ളത്. ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ ദേഷ്യക്കാരനായിരുന്നു, ഓക്കെ, എൻ്റെ കയ്യിൽ എനിക്ക് സാലറി കുറവാണ്, എനിക്ക് ഫിയർ ഉണ്ട്, അതല്ലെങ്കിൽ എനിക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നം, ഇതൊക്കെ പാസ്റ്റിലാണ്. ഇഫ് യു വാണ്ട് ടു ക്രിയേറ്റ് എ ന്യൂ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ന്യൂ പേഴ്സണൽ റിയാലിറ്റി, ഈ പാസ്റ്റിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. നമ്മളൊരു പുതിയ ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ പാസ്റ്റിലെ പ്രോഗ്രാം വന്നിട്ട് പറയും ഇത് ചെയ്യേണ്ട, അത് നടക്കൂല, എനിക്ക് പ്രാന്താണെന്നൊക്കെ പറയും. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പാസ്റ്റും ഫ്യൂച്ചറും ഉണ്ട്, പ്രസന്റും ഉണ്ട്. പ്രസന്റിൽ മാത്രമേ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഫ്യൂച്ചർ മാറും. സോ പാസ്റ്റ് പ്രോഗ്രാംസ് നിങ്ങളെ ഹോണ്ട് ചെയ്യും, നിങ്ങളെ കഴുത്തിൽ വന്ന് പിടിക്കും, ചെയ്യണ്ടെന്ന് പറയും. പക്ഷേ യു നീഡ് ടു ബി അവെയർ അബൌട്ട് ദാറ്റ് പ്രോഗ്രാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എൻ്റെ കോച്ചിൽ ഒരാൾ, എൻ്റെ ഗൈഡിൽ ഒരാൾ പറയാറുണ്ട്, എപ്പോഴും പറയാറുണ്ട്, യു നീഡ് ടു ക്രോസ് ദ റിവർ ഓഫ് ചേഞ്ച്.
നിങ്ങൾ ആ മാറ്റത്തിന്റെ നദി നടന്ന് കിടക്കാത്തോടത്തോളം കാലം നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോ നിങ്ങളുടെ ഒരു ഓൾഡ് സെൽഫ് ഉണ്ട്. ആ ഓൾഡ് സെൽഫിൽ നിന്ന് പുതിയ സെൽഫിലോട്ട് പോകുന്നതിന്റെ സെൻട്രൽ ഒരു റിവർ ഉണ്ട്. ആ റിവറിൽ ഇറങ്ങി നിങ്ങൾ പാൻറ്റൊക്കെ കയറ്റി, പാൻറ്റാണെങ്കിൽ പാൻറ്റൊക്കെ കയറ്റി, ചെരുപ്പൊക്കെ കയ്യിൽ പിടിച്ച് ആ റിവറിലൂടെ നിങ്ങൾ ഇറങ്ങി പോണം. ആ ഒരു സ്റ്റേജ് ഡിഫിക്കൽട്ട് ആയിരിക്കും. ആ ഒരു സ്റ്റേജ് ഡിഫിക്കൽട്ട് ആയിരിക്കും. ആ സ്റ്റേജ് എന്ന് പറയുന്നത് അൺനോൺ ആണ്, വോയിഡ് ആണ്, പ്രഡിക്റ്റബിലിറ്റി ഇല്ല. എന്ത് സംഭവിക്കും ഈ നദിയിൽ, ഈ റിവറിൽ? ചിലപ്പോ ഞാൻ മുങ്ങിപ്പോവോ? ഓക്കെ, എനിക്ക് നീന്താൻ അറിയില്ലല്ലോ. അതല്ലെങ്കിൽ ഇവിടെ വല്ല പാമ്പുണ്ടാവുമോ, മുള്ളു കുത്തുവോ, അങ്ങനെ പല അൺനോൺ ആണ് അത്. പക്ഷെ ആ റിവർ നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാകും, ഒരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാവും എന്നുള്ളതാണ്. സോ നിങ്ങളെല്ലാവരും റെഡി ആവേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ ചേഞ്ചിന്റെ, മാറ്റത്തിന്റെ നദിയെ നിങ്ങൾ നീന്തി കടക്കാൻ റെഡി ആവണം. അത് റെഡി ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സെയിം പാസ്റ്റിലുള്ള പേഴ്സണാലിറ്റിയും ഫെമിലിയർ ആയിട്ടുള്ള പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പാസ്റ്റ് എക്സ്പീരിയൻസിനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യും. പല ആളുകളും പാസ്റ്റിലുണ്ടായ അതേ മിസ്റ്റേക്കുകൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇറ്റ്സ് ബിക്കോസ് അതിന്റെ അർത്ഥം ഫ്യൂ അവര് ചേഞ്ചിന് ഫോക്കസ് കൊടുത്തില്ല, അല്ലെങ്കിൽ മാറ്റത്തിന് അവർ എന്ത് ചെയ്തില്ല, ഫോക്കസ് ചെയ്തില്ല എന്നുള്ളതാണ്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ചേഞ്ച് എന്ന് പറയുന്നത് ഇനീഷ്യലി ഒരു ഡിഫിക്കൽട്ട്, ഒരു മെസ്സി പോർഷൻ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ആ റിവർ നീന്തി കടന്നു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് നെക്സ്റ്റ് ലെവലായിരിക്കും, അത് ഗ്യാരണ്ടിയാണ്.